അതിനെപ്പറ്റി പറയാനായിട്ടാണ് വന്നത്. ലോക സിനിമയെ പറ്റി ഞാനൊന്നും പറയണ്ടല്ലോ. സൂപ്പർ അടിപൊളി, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു അടിപൊളി സാധനമാണ്. പണ്ട് നമ്മുടെ മാർവലും ഡി സിയും പണ്ടെന്നല്ല ഇപ്പോഴും അതെ കാണുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ആലോചിക്കുമായിരുന്നു, ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത് ഇവരുടെ കോമിക് ബുക്കിൽ നിന്നൊക്കെയല്ലേ. അതിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് ഇപ്പോൾ അവർ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ഓൾറെഡി കോമിക് ബുക്കിലുള്ളതും അല്ലാതെ ഉണ്ടാക്കിയെടുത്തതും അയൺമാനെ പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ക്യാരക്ടേഴ്സൊക്കെയാണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്കൊക്കെ ഓൾറെഡി ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സിനിമക്കാരിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിനിമയെ പറ്റിയുള്ള കഥാപാത്രങ്ങളെ ഓർത്തിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഓർത്തിട്ടുള്ളത് നമ്മുടെ രാമായണം, മഹാഭാരതം, അതിനകത്തൊക്കെ ഒത്തിരി കഥാപാത്രങ്ങളില്ലേ. ഇന്ദ്രൻ, ഹനുമാൻ, ബാലി, അങ്ങനെ കുറേ കഥാപാത്രങ്ങളില്ലേ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അവരെയൊക്കെ ഓൾറെഡി നമുക്ക് സൂപ്പർ ഹീറോസിൻ്റെ ഒരു ഇഫക്റ്റാണ് തരുന്നത്. ഇന്ദ്രൻ മിന്നലുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ബ്രഹ്മാവ്, അങ്ങനെയൊക്കെ കുറേ എല്ലാ ദേവന്മാർക്കും ഓരോരോ ടാലൻ്റ് അല്ലേ, അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തെ പറ്റി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അത് അടിപൊളിയായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. സിനിമയെ പറ്റി പറയാനായിട്ടല്ല ഞാൻ വന്നത്. സിനിമ കാണാൻ പോയ തിയേറ്ററിനെ പറ്റി പറയാനാണ് വന്നത്. ഞാനിപ്പോൾ കാനഡയിലാണുള്ളത്. കാനഡയിലുള്ള ഈ സൗത്ത് ഇന്ത്യൻസിൻ്റെ, എല്ലാ ഇന്ത്യൻസിൻ്റെ അല്ല, സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ദുർവിധിയുണ്ട്. എത്ര നല്ല അടിപൊളി സിനിമ വന്നാലും നമ്മൾ സിനിമ കാണാൻ പോകേണ്ടത് ഒരു പന്ന തിയേറ്ററിലായിരിക്കും. ആ തിയേറ്ററുകാർക്ക് പൈസ ഉണ്ടാക്കണം, അവരും ജീവിക്കണം, അതൊക്കെ കാര്യമുണ്ട്. എന്ന് വെച്ചാലും എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്തുകൂടെ? ഈ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കണ്ടോട്ടെ. അതായത് ഈ സിനിപ്ലെക്സിൽ അങ്ങനത്തെ നല്ല അടിപൊളി ബിഗ് സ്ക്രീനുള്ള നല്ല സൗണ്ടുള്ള തിയേറ്ററിൽ റിലീസ് ചെയ്താൽ നമുക്ക് അവിടെ പോയി കാണാൻ ആഗ്രഹമുള്ള റീക്ലൈനർ സീറ്റ് അവിടെയൊക്കെ കാണാൻ പോയി ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി. ഇത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കും, നിങ്ങൾ ഈ സിനിമ കാണാൻ ഈ തിയേറ്ററിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. സൗത്ത് ഇന്ത്യൻ സിനിമ മാത്രമാണ് കേട്ടോ. മറ്റേ നോർത്ത് ഇന്ത്യനിൽ ബോളിവുഡ് മൂവീസ് റിലീസാവുന്ന സിനിപ്ലെക്സിൽ റിലീസാവും. എല്ലായിടത്തും സിനിപ്ലെക്സ് ഉണ്ട്, എല്ലാവർക്കും പോയി കാണാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒട്ടാവയിലാണ്. ഇവിടെ 2 തിയേറ്റേഴ്സിൽ ഈ മലയാളം മൂവീസ്, സൗത്ത് ഇന്ത്യൻ മൂവീസ് റിലീസ് ചെയ്യുന്ന ചെറിയ തിയേറ്റേഴ്സ്, അവിടെ ഓടിപ്പോയി ഒരു 20 മിനിറ്റിൽ പോയി കാണാൻ പറ്റും. പക്ഷേ വേറെ കുറേ പേരുണ്ട് കാനഡയിലുള്ളവർക്ക്. ഈ സിനിപ്ലെക്സ് എല്ലാം മുക്കിനും മൂലയിലുണ്ട്. പക്ഷേ ഈ മലയാളം മൂവി റിലീസ് ചെയ്യുന്ന ഈ പൊട്ട തിയേറ്റേഴ്സ് 2 മണിക്കൂർ 3 മണിക്കൂറും ട്രാവൽ ചെയ്തിട്ടൊക്കെ ഇവർ പോയി കാണേണ്ടത്. അതും ക്വാളിറ്റി ഇല്ലാത്ത തിയേറ്ററിൽ. ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഇന്നും ഇന്നലെ എന്ന് പറയുന്നതല്ല, എന്നും ഇങ്ങനെ തന്നെയാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മലയാളം തിയേറ്ററിൽ ഇങ്ങനെ കുറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റുന്ന തിയേറ്ററിൽ റിലീസാക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ലൂസിഫർ കാണാൻ വേണ്ടിയിട്ട് എത്ര വർഷത്തിന് മുമ്പാണ് അന്ന് കാണാൻ വേണ്ടിയിട്ട് പോയത് ഇവിടെ ഡോളർ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിലാണ്. അന്നേരം ഞാൻ മോൺട്രിയലായിരുന്നു, കാനഡയിലെ മോൺട്രിയലായിരുന്നു. മോൺട്രിയൽ അടിപൊളി സിറ്റിയൊക്കെയാണ്, അവിടെ എന്തോ ഒരു അടിപൊളി തിയേറ്റേഴ്സൊക്കെയാണ്. ആ മോൺട്രിയൽ ഡോളർ തിയേറ്റർ എന്ന ഈ തിയേറ്ററിന് അറിയപ്പെടുന്ന, അതായത് $2 അന്ന് $1 എങ്ങാണ്ടും കൊടുത്താൽ കുറേ റിലീസായി പോയി കഴിഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇല്ലേ, പണ്ടൊക്കെ റിലീസായി പോയത് അവരിങ്ങനെ ചുമ്മാ ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടൈം പാസിന് പോകേണ്ടവർക്ക് $1 കൊടുത്താൽ അവിടെ പോയി ആ സിനിമ കാണണം. അങ്ങനത്തെ തിയേറ്ററിൽ ലൂസിഫർ റിലീസായപ്പോഴത്തേക്ക് ഞാൻ $14 കൊടുത്ത. ആ $14 തന്നെയാണ് നമ്മൾ സിനിപ്ലെക്സിലും കൊടുക്കേണ്ടത്. ആ പൈസ കൊടുത്തിട്ടാണ് ഞാനിവിടെ സിനിമ കാണാൻ പോയത്. ഇന്നും അത് തന്നെ, ഇന്ന് $16 എന്നിട്ടും അതേപോലെ തന്നെ തിയേറ്ററിൽ ആണ് റിലീസാക്കുന്നത്. ഈ $16 നമ്മൾ സിനിപ്ലെക്സിലും കൊടുക്കേണ്ടത്. ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളുടെ കേരളത്തിലുള്ള നിർമ്മാതാക്കളുടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും അടുത്തൊന്ന് എത്തിക്കുക. കാരണം നമുക്കും ആഗ്രഹമുണ്ട് നല്ല തിയേറ്ററിൽ പോയി നല്ല സിനിമ കാണണമെന്ന്. എല്ലാ തിയേറ്ററിലും റിലീസാക്കൂ. അങ്ങനെ ഒരു പെർമിഷൻ, അങ്ങനെ ഒരു മാൻഡേറ്ററി ഒരു കാര്യം വെക്കുക. ഈ പന്ന തിയേറ്ററിൽ കാണാൻ പോകാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കണ്ടോട്ടെ, സിനിപ്ലെക്സിൽ കാണാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കണ്ടോട്ടെ. ഇതങ്ങനെയല്ല, നമ്മളെ ഇങ്ങനെ ഒരുമാതിരി കമ്പൽ ചെയ്ത് ഫോഴ്സ് ചെയ്ത് വെച്ചിരിക്കുമോ, നിങ്ങൾക്ക് വേറെ എവിടെയും പോയി കാണാൻ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കാണണം. അതായത് ഇവർക്ക് ഇവിടുന്ന് കുറച്ച് പൈസ കൊടുത്ത് ആ സിനിമ അവിടെ റിലീസാക്കാൻ പറ്റും, ഇത്രയും പൈസ അവർക്ക് ലാഭവും കിട്ടും. ഈ കൊള്ളലാഭം എന്തിനാണ് ഈ കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? എല്ലാവരും ഏൺ ചെയ്യുന്നത് ഭയങ്കര ഹാർഡ് വർക്കിലൂടെ തന്നെയാണ്.
ഇത് ഭയങ്കര ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് പറയണം തോന്നി. എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു വളരെ ചെറിയൊരു ചാനലാണ് ഇത്. പക്ഷേ ഈ സാധനം, ഈ മെസ്സേജ് എല്ലായിടത്തും ഒന്ന് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സിനിമയെങ്കിലും നമുക്ക് നല്ല തിയേറ്ററിൽ പോയി എല്ലാവർക്കും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, 3-4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേപക്ഷം സിനിപ്ലെക്സിൽ റിലീസ് ആവണമെങ്കിൽ എല്ലാവർക്കും ഇമീഡിയറ്റ്ലി പോയി കാണാം. പൈസയ്ക്ക് വ്യത്യാസമില്ല. ഞങ്ങൾ ടിക്കറ്റിന് കൊടുക്കുന്ന പൈസ സിനിപ്ലെക്സിൽ കൊടുക്കുന്ന പൈസയും ഇവിടെ കൊടുക്കുന്ന പൈസയും സെയിം ആണ്. എന്നാൽ ബാഡ് ക്വാളിറ്റി എക്സ്പീരിയൻസും ഭയങ്കര ടെറിബിളാണ്. ഇതൊരുമാതിരി കാനഡയിൽ ഉള്ളവരിങ്ങനെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം. ഇങ്ങനത്തെ തിയേറ്ററിലാണോ നമ്മൾ ഇത്രയും നല്ല സിനിമ കാണിക്കാൻ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ഭയങ്കര ഇതാണ്. പറയാൻ പറ്റത്തില്ല. ലൂസിഫർ സിനിമ കാണാൻ പോയത് ഇന്ത്യൻസിനെ പോലും അല്ല ഞാൻ കൂട്ടിക്കൊണ്ടുപോയത്. ഒരു ഫ്രഞ്ച് ലേഡി ആയിരുന്നു എൻ്റെ ഫ്രണ്ട് അന്നേരം. അവരുമായിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ അന്ന് മോൺട്രിയൽ ആ സിനിമ റിലീസ് ആവുന്നത് മോൺട്രിയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒട്ടാവയിൽ നിന്ന് മോൺട്രിയലോട്ട് 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, തലേ ദിവസമേ വന്ന് സ്റ്റേ ആണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് ഓർത്ത് നോക്കി എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. വേൾഡ് വൈഡ് റിലീസാക്കുന്ന സിനിമ എന്തിനിങ്ങനെ പന്ന തിയേറ്ററിൽ മാത്രം ഓടിക്കുന്നത്? ഇത് ഭയങ്കര അനീതിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത്, എനിക്ക് പോപ്പുലർ ആകാൻ വേണ്ടിയിട്ടല്ല, ഇനിയുള്ള ബെറ്റർ, ഞാനൊരു നല്ലൊരു സിനിമ കാണുന്ന ഒരാളാണ്. അത് മലയാള സിനിമയെ ഭയങ്കര അഭിമാനത്തോടെ കാണുന്നത്, റിലീസാവുന്ന നല്ല സിനിമകളിലേക്ക്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ അവർ ഒരു കമ്പൽസറി നിയമം വെക്കണം എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ പന്ന തിയേറ്ററിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാവരും ദയവ് ചെയ്തൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. നമസ്കാരം. താങ്ക് യു.